ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം 6. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്. തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ തുരന്നു മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുവിൻ. അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയുമില്ല. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും. കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. അത് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിക്കും. കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ ആ അന്ധകാരം എത്രയോ വലുതായിരിക്കും. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ സ്വർഗീയ നിക്ഷേപത്തിന്റെ ആത്മീയത ധ്യാനിക്കാം. ഈ പുണ്യഭൂമിയിൽ ജീവിക്കുന്ന നാം ഈ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ദൈവഹിതമനുസരിച്ച്, ദൈവപ്രമാണമനുസരിച്ച്, ദൈവവചനം നൽകുന്ന കൃപകൾ ഉൾക്കൊണ്ടുകൊണ്ട് സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുവാൻ കടപ്പെട്ടവരാണ്. പ്രാർത്ഥനയിലൂടെ, തിരുവചനത്തിലൂടെ, വിശുദ്ധ കൂദാശകളിലൂടെ നമ്മെ നയിക്കുന്നത് ഒരു സ്വർഗീയ നിക്ഷേപത്തിലേക്കാണ്. നാം എത്രമാത്രം ഗൗരവത്തോടുകൂടി ആ നന്മയെ സ്വീകരിക്കുന്നുവോ അത്രമാത്രം ഈ പുണ്യഭൂമിയിൽ നമ്മൾ സാന്ത്വനവും സ്വസ്ഥതയും അനുഭവിക്കും. നാം ഈ ഭൂമിയിൽ കരുതി വയ്ക്കുവാൻ പരിശ്രമിക്കുവോളം നമ്മൾ അസ്വസ്ഥരായിരിക്കും, നമ്മൾ ആകുല ചിത്തരായിരിക്കും. ഈ ലോക ജീവിതത്തിൽ സാന്ത്വനം അനുഭവിക്കുവാനുള്ള ഏറ്റവും നന്മ നിറഞ്ഞ മാർഗം ദൈവം ദാനമായി നൽകിയവ പങ്കുവയ്ക്കുക എന്നതാണ്. അർഹതപ്പെട്ടവർക്ക് നൽകുമ്പോൾ നമ്മുടെ ആനന്ദം വർദ്ധിക്കുകയും നമ്മുടെ ഹൃദയത്തിൽ വലിയ സമാധാനം ഉണ്ടാവുകയും സ്വസ്ഥതയുള്ള മനുഷ്യരായി ഈ ഭൂമിയിൽ നാം നിലകൊള്ളുകയും ചെയ്യും. അതുകൊണ്ടാകാം ഒരുപക്ഷെ വിധവയുടെ ചില്ലിക്കാശ് ദേവാലയ ഭണ്ഡാരത്തിൽ ഇട്ടപ്പോൾ യേശു ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു, ഇവൾ മറ്റാരെക്കാൾ അധികം നൽകി, അവൾ കൂടുതൽ ഹൃദയ സമാധാനം സ്വന്തമാക്കി. ചിലതൊക്കെ നഷ്ടപ്പെടുത്തുവാൻ മനസ്സാകുമ്പോൾ നമ്മൾ വലിയ സാന്ത്വനത്തിന്റെ സൗഖ്യമുള്ളവരായി രൂപാന്തരപ്പെടും. മരണത്തിനും അപ്പുറമുള്ള ഒരു ജീവിതമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുക എന്നതുകൊണ്ട് ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ ജീവിതത്തിന് ധനം ആവശ്യമാണ്, സമ്പത്ത് ആവശ്യമാണ്. എന്നാൽ നാം സമ്പത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ അത് ദൈവ തിരുഹിതത്തിന് വിരുദ്ധമായ ഒരു ജീവിതമാവുകയും നിത്യസന്തോഷവും നിത്യജീവനവും നമുക്ക് നഷ്ടമാവുകയും ചെയ്യും. അത് മാരകമായ ഒരു ദുരനുഭവമാണ്. അല്പകാലം മാത്രം ജീവിച്ച് സ്വർഗത്തിൽ നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ നാം ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് മാത്രം സ്വസ്ഥത അടഞ്ഞ് കടന്നു പോകുമ്പോൾ അതിനേക്കാൾ വലിയൊരു ദുരിതമില്ല. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ അതുകൊണ്ട് അവന് എന്ത് പ്രയോജനം എന്ന ചോദ്യം ഇവിടെ ഏറെ പ്രശസ്തമാണ്. സ്വർണവും വെള്ളിയും പണവും ധനവുമൊക്കെ കരുതി വയ്ക്കുവാൻ നമുക്ക് സന്തോഷം നൽകുകയോ അതിലൊക്കെ ആനന്ദം കണ്ടെത്തുകയോ ചെയ്താൽ നാം സ്വർഗീയ നിക്ഷേപത്തിന് പുറത്തായി പോകും. നമുക്കറിയാം, ആധുനിക ലോകം ഇന്ന് പണം സമ്പാദിക്കുന്ന മാർഗങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും മറ്റുള്ളവരെ ധനവാന്മാരാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയുമാണ്. അതിന് ഒരുപിടി മോഹന വാഗ്ദാനങ്ങൾ ലോകം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ലോകം ഇന്ന് ബിറ്റ് കോയിന്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്, അഥവാ ഡിജിറ്റൽ നാണയം.
ഇതൊരു സാങ്കല്പികമായ നാണയമാണ്, എന്നിട്ടും അത് വിറ്റുപോകുന്നു. നോക്കൂ, ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ സാങ്കല്പികമായ ഒരു നിക്ഷേപത്തിന് വേണ്ടി സ്വത്തും തൻ്റെ ജീവിതത്തിൻ്റെ അധ്വാനവും തൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ സമ്പത്തും ചിലവഴിക്കുവാൻ മനുഷ്യൻ മനസ്സാകുന്നു. ക്രിപ്സ് കറൻസി എന്നാണ് ഇതിനെ വിളിക്കുക. അതായത് ഒരു സാങ്കല്പികമായ അഥവാ വെർച്വൽ കറൻസിയായി നിലകൊള്ളുന്ന ഒരു കാര്യത്തിന് വേണ്ടി അങ്ങനെയൊന്നില്ലാതിരിക്കെ അതിൽ നിക്ഷേപിച്ച് സൗഭാഗ്യം കണ്ടെത്തുന്ന, സമ്പത്ത് നേടുന്ന ഒരു കാലഘട്ടം. ഈ ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സാങ്കല്പികമായ പണം നിക്ഷേപിച്ച് സംതൃപ്തി അടയുന്നു. നോക്കൂ, നിത്യതയ്ക്ക് വേണ്ടി നാം എന്ത് സമ്പാദിച്ചു? നിത്യ രാജ്യത്ത് ചെല്ലുമ്പോൾ എന്ത് നിക്ഷേപമാണ് നമ്മുടെ പേരിൽ ഉണ്ടാവുക? നമ്മൾ ആത്മാർത്ഥതയോടുകൂടി ചിന്തിക്കേണ്ട വിഷയമാണ്. ഇന്നത്തെ സുവിശേഷം അവസാനിക്കുന്നതിന് മുമ്പ് പറയുന്നു, കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിക്കും. കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ ആ അന്ധകാരം എത്രയോ വലുതായിരിക്കും. വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. നാം ഈ ലോകത്തിന്റെ സൗഭാഗ്യങ്ങളിൽ, സമ്പത്തിൽ നമ്മുടെ കണ്ണ് പതിച്ചു പോയാൽ നിത്യതയെക്കുറിച്ചുള്ള ചിന്തയും സ്വർഗീയ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ ലക്ഷ്യവും നഷ്ടപ്പെട്ടു പോകുകയും ഈ ലോക സമ്പത്തിന്റെ പേരിൽ മാത്രം ദൃഷ്ടി വെച്ച് ജീവിച്ച് ഈ ജീവിതം അർത്ഥശൂന്യമാക്കി കളയാനും സാധ്യതയുണ്ട്. നമ്മൾ നിത്യസ്വർഗത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യേണ്ടവരാണ്. ഈ ലോകത്തിന്റെ സൗഭാഗ്യങ്ങളിൽ കണ്ണുവെച്ച് നിത്യത നഷ്ടപ്പെടുത്തരുതെന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതം അന്ധകാരപൂർണമായി പോകാതിരിക്കാൻ നീതി സൂര്യനായ ക്രിസ്തു നമുക്ക് നൽകുന്ന സന്ദേശങ്ങളെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നിത്യസ്വർഗത്തിൽ സമ്പത്ത് കരുതി വയ്ക്കുന്നവരായി തീരാൻ നമ്മെ എല്ലാവരെയും യോഗ്യരാക്കണമേ എന്ന് ഈ ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ